Hi friends, welcome back to my channel. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് ക്രീം. സൂപ്പറാണ്, അടിപൊളി ക്രീമാണ്. അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. മൈ നെയിം ഈസ് ജാൻസി, ഞാൻ ഒരു യൂട്യൂബ് ബ്ലോഗാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ബീട്രൂട്ട് ക്രീം നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ബ്രൈറ്റ്നെസ് കൂട്ടാനും പിഗ്മെന്റേഷൻ മാറ്റി ടാൻ മാറ്റി നല്ലൊരു ഡെഡ് സ്കിന്നിനൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോ കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. നമുക്ക് ഏകദേശം ഇത്രയും വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളയുവാണ്. നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറുതായിട്ട് പീസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് ഓൾറെഡി വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്കധികം വെള്ളമൊന്നും ചേർക്കാതെ വേണം. നമുക്കിത് വെള്ളമേ ഒട്ടും ചേർക്കാതെ നമുക്ക് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നല്ല തരിതരിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിനകത്ത് നീരെടുക്കണമേ. കൈ കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പ വെച്ചിട്ടോ ഒക്കെ അഴിഞ്ഞ് നമുക്കിതിൻ്റെ നീര് കുറച്ച് എടുക്കാം. ഏകദേശം നമുക്ക് അതിൻ്റെ ഞാൻ ഹാഫേ എടുത്തുള്ളൂ കേട്ടോ. ആ ബീട്രൂട്ടിൻ്റെ ഹാഫ് അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. മാക്സിമം നമുക്ക് എത്ര കിട്ടും അത്രത്തോളം നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണല്ലോ. ബീട്രൂട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തപ്പം കിട്ടിയത് ഇത്രയും നീരാണ്. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്ത ബീട്രൂട്ടിൻ്റെ നീരാണ്. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം കാണും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അലോവേര ജെല്ല് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നല്ലൊരു ക്രീമി ഫോമിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ആൽമണ്ട് ഓയിൽ ഒഴിക്കാം. വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സുലും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഉണ്ടോ, ഈ ഒരു ഫോമിൽ വരും. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമുക്ക് അടച്ചുറപ്പ പാത്രത്തിൽ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു ജെല്ലി ഫോം ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ജെല്ലി ഫോം ആയിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ എടുത്ത് നമ്മുടെ കൈയുടെ ഫേസിൽ ഫുൾ ബോഡി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്രീം കുറേശ്ശെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്കിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസ് നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. നമുക്ക് ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷന് ടാന് എല്ലാം മാറാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഒരു റോസ് പിങ്കി കളറാക്കി തരാനും ഹെയറിന് നമ്മുടെ ഫേസിനുണ്ടാകുന്ന ഒരു സ്കിന്നിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ബ്രൈറ്റ്നെസ് കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നാരങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു ക്രീം നിങ്ങളുടെ ലിപ്പിലും തേക്കാം.
ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു പിങ്കിഷ് കളർ കിട്ടാനായിട്ട് ഗ്ലോ കൂട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു ക്രീമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് അടച്ചുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഏകദേശം ഒരു 15 ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.